നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കൊന്നക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് രാജിവെച്ചു. LDF മുന്നണി ധാരണ പ്രകാരമാണ് രാജി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച OP ബ്ലോക്കിന്റെയും സമർപ്പണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കല്ലൂർ യൂണിറ്റിന്റെ സമ്മേളനം ആലങ്ങാടിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊന്നക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യമ്പുഴ സ്വദേശി ബാബുവിനെയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയ്യമ്പുഴയിൽ താമസിക്കുന്ന ബാബുവും മറ്റു 2 തൊഴിലാളികളും ടാപ്പിംഗ് ജോലിയുടെ ഭാഗമായാണ് റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ തങ്ങിയിരുന്നത്. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാലാണ് ഇവർ രാത്രികാലങ്ങളിൽ കെട്ടിടത്തിന് മുകളിൽ കിടന്നുറങ്ങിയിരുന്നത്. കൂടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഇന്ന് വെളുപ്പിനെ ഉറക്കമുണർന്ന് അന്വേഷിച്ചപ്പോഴാണ് ബാബുവിനെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ അതിരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് രാജിവെച്ചു. LDF മുന്നണി ധാരണ പ്രകാരമാണ് രാജി. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് കൊടകര BDO KC ജിനേഷിന് MR രഞ്ജിത്ത് രാജിക്കത്ത് സമർപ്പിച്ചു. CPM പ്രതിനിധിയാണ് മറ്റത്തൂർ ഡിവിഷൻ അംഗമായ MR രഞ്ജിത്ത്. ഇനി CPIക്കാണ് അടുത്ത പ്രസിഡന്റ് സ്ഥാനം. CPI പ്രതിനിധിയും ആമ്പലൂർ ഡിവിഷൻ അംഗവുമായ KM ചന്ദ്രനെയാണ് അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മറ്റത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച OP ബ്ലോക്കിന്റെയും സമർപ്പണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമേന്ദ്രൻ MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് H ദാസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ VP രോഹിത് മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, TK അസൈൻ, CHC മറ്റത്തൂർ സൂപ്രണ്ട് ഡോക്ടർ MV റോഷ്, PK കൃഷ്ണൻകുട്ടി, CU പ്രിയൻ, ബേബി കണ്ണപ്പാടത്തി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KC ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആർദ്രം 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി 38.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24 ലക്ഷം രൂപ ചെലവഴിച്ച് OP ബ്ലോക്ക് നവീകരണ പ്രവർത്തനങ്ങളും നടത്തി. അതുപോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പണം നീക്കി വെച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മൾ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡോക്ടറുടെ സേവനമാണ് അധികമായി നൽകിയിരുന്നത്. എന്നാൽ പരിശോധിച്ചപ്പോൾ രാത്രികാലങ്ങളിൽ ചികിത്സ ഉണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ ചികിത്സ ഉറപ്പാക്കണം എന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കല്ലൂർ യൂണിറ്റിന്റെ സമ്മേളനം ആലങ്ങാടിയിൽ സംഘടിപ്പിച്ചു. KKTA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PU ഷൈന അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബിൻസി ലിജോ, യൂണിറ്റ് ട്രഷറർ KP പ്രിൻസി, ഏരിയ സെക്രട്ടറി ദിവ്യ വിനയൻ, ഏരിയ പ്രസിഡന്റ് MP റാഫി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് PU ഷൈന, സെക്രട്ടറി ബിൻസി ലിജോ, ട്രഷറർ KP പ്രിൻസി എന്നിവരടങ്ങുന്ന 19 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്തും അളകപ്പനഗർ പഞ്ചായത്തും സംയുക്തമായി SSC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസി ഡേവിസ്, ജോസി ജോണി, ജിജോ ജോൺ, TL പ്രിൻസൻ, PK ശേഖരൻ, സനൽ മഞ്ഞളി, പ്രിൻസ് ഫ്രാൻസിസ്, VK വിനീഷ്, PS പ്രീജു, സജന ഷിബു, അശ്വതി പ്രവീൺ, PS ജിനിൽ, KA ശൈലജ, നിമിത ജോസ്, സെക്രട്ടറി PB സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി.
അഴകം യുവജന സംഘം വായനശാല ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അഡീഷണൽ SI TN സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ PS വിവേക്, ID കൃഷ്ണപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പൊ ഒരു ബഹുമാനപ്പെട്ട രീതിയാണ് മാറിയിട്ടുണ്ട്. ആരെയും വരികയാണെങ്കിൽ തന്നെ പതുക്കെ എണീക്കുന്നതിന് കണ്ടെത്തുന്ന കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ചെവിന്ന് അത് ഊരി മാറ്റുന്നു. ഏതാ ചെവിയിലെന്താ വെച്ചിട്ടുണ്ടാവും എല്ലാവരും? ഇയർഫോൺ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ വയറിനകത്ത് ഉള്ള ഇയർഫോണൊക്കെ ഒന്നുകൂടി അതിനെ കാണാൻ പറ്റില്ല ചെവിയിൽ. അത്രയൊക്കെ തന്നെ ഒരു ബഹുമാനം. തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് സർവകക്ഷി യോഗം ചേർന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കനിയത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കല്ലൂർ ബാബു, CM സിനീഷ്, അനിൽ തൃക്കൂർ, പോൾസൺ തെക്കുംപീടിക, ജോർജ് താഴേക്കാടൻ, ഷെന്നി പനോക്കാരൻ, ഫ്രാൻസിസ് പാലത്തിങ്കൽ, സുനിൽ മുളങ്ങാട്ടുകര എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയുടെ വികസനത്തിന്റെ പാത ഇന്നും പൂർത്തീകരണമില്ലാതെ നടക്കുകയാണ്. എളിയ രീതിയിൽ ഒരു ഗ്രാമത്തിൽ, പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ നിന്നും തന്റെ ഔദ്യോഗിക ജീവിതവും വിദ്യാഭ്യാസ ജീവിതവും ആരംഭിച്ച മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയത് ഒട്ടേറെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച്, ഒട്ടേറെ യാത്രകളും ഒട്ടേറെ ജാർഖണ്ഡിൽ നടന്ന 43ാമത് ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ മിന്നും വിജയവുമായി നന്ദിക്കര സ്വദേശിനി CB ഗായത്രി. സീനിയർ വനിതാ വിഭാഗം ദേശീയ തലത്തിൽ 5ാം സ്ഥാനമാണ് ഗായത്രി സ്വന്തമാക്കിയത്. നന്ദിക്കര ചേരിമല CT ബിജുവിന്റെയും ഷീബയുടെയും മകളാണ് ഗായത്രി. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലൈബ്രറിയുടെ വാർഷികത്തോടനുബന്ധിച്ച് വൈലോപ്പള്ളി അനുസ്മരണ പ്രഭാഷണവും P ഭാസ്കരന്റെ കവിതാലാപനങ്ങളും നടത്തി. ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ED ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. കവികളായ വർഗീസ് ആന്റണി, കൃഷ്ണൻ സൗവർണിക എന്നിവർ പ്രഭാഷണം നടത്തി. KSSPU സാംസ്കാരിക സമിതി കൺവീനർ ഫ്രാങ്കോ മഞ്ഞളി, KK സോജ, KM ശിവരാമൻ, P തങ്കം, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, PV ശാരങ്ങൻ, K സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. അതും കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ജീവിതമാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് സ്മൃതിനാശം സംഭവിച്ച് ഏതാണ്ട് 1.5 ദശകക്കാലം അദ്ദേഹം അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇടുന്നതിനു വേണ്ടി കുത്തിപ്പൊളിക്കുന്ന ഭാഗം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് RJD രാഷ്ട്രീയ ജനതാദൾ അളകപ്പനഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം IP കുട്ടൻ, MK കൃഷ്ണൻ, NA യോഹന്നാൻ, MM ഇഗ്നീഷ്യസ്, VP അയ്യപ്പക്കുട്ടി, TP ജേക്കബ്, ആൻഡോ കണ്ണമ്പുഴ, വിനോദ് കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പ്രകാശപൂരിതമായ പുതുക്കാട് എന്ന പദ്ധതിയുടെ ഭാഗമായി കാവല്ലൂരിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. പച്ചളിപ്പുറം കിണർ പരിസരം, കാവല്ലൂർ സ്കൂൾ ജംഗ്ഷൻ, കാവല്ലൂർ കിഴക്കേ സെന്റർ, വീട്ടിക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലാണ് മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, അളകപ്പനഗർ പഞ്ചായത്ത് അംഗം PS പ്രീജു, കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി, പാലപ്പള്ളി മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും കൃഷിക്കും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകണമെന്ന് കേരള കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. പാലപ്പള്ളി മേഖലകളിൽ വന്യമൃഗങ്ങളുടെ പകൽ രാത്രികാലങ്ങളിൽ സഞ്ചാരം ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കർഷകരെ ദ്രോഹിക്കുന്ന വനനിയമം ഭേദഗതിക്ക് ധൃതി കാണിക്കുന്ന സർക്കാർ വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ജനങ്ങളോട് കാണിക്കുന്ന ദ്രോഹമാണെന്ന് യോഗം ആരോപിച്ചു. പാർട്ടി വൈസ് പ്രസിഡന്റ് ചെയർമാൻ MP പോളി യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KC പീറ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി CP ജോസഫ്, KTUC ജില്ലാ സെക്രട്ടറി ബിന്നി കുന്നുപുറം, മണ്ഡലം പ്രസിഡന്റുമാരായ VK ആന്റണി, KC ജോസഫ്, വർഗീസ് പോൾ, TK തിലകൻ, അഗസ്റ്റിൻ ഇഞ്ചക്കുണ്ട്, വിൽസൺ കാട്ടിപ്പറമ്പിൽ, സിജോ പുതുപ്പള്ളിപ്പറമ്പിൽ, ബേബി ആന്റണി, ഫ്രാൻസിസ് പ്ലാക്ക, ജെയിംസ് കാട്ടിപ്പറമ്പിൽ, NL ആഗസ്തി എന്നിവർ പ്രസംഗിച്ചു.
കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ വനബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ നക്ഷത്ര ക്രിസ്തുമസ് കാർഡ് നിർമ്മാണ മത്സരങ്ങളിലെ വിജയികൾക്ക് വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷനായിരുന്നു. ജെൻസൺ കാവുങ്കൽ, ഗ്ലേസ് ബെന്നി, ജസീന അജോയ് എന്നിവർ നേതൃത്വം നൽകി. 2024 അവസാനിക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് വിട പറഞ്ഞവർ ഏറെയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി പേരാണ് 2024 ലോകത്തു നിന്നും വിട പറഞ്ഞത്. രത്തൻ ടാറ്റ നവഭാരത ശില്പികളിൽ ഒരാളായ വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയാണ് 2024 തീരാ നഷ്ടങ്ങളിലൊന്ന്. ഒക്ടോബർ 9 തൻ്റെ 86 വയസ്സിലാണ് രത്തൻ ടാറ്റ ഈ ലോകത്തോട് വിട പറഞ്ഞത്. രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു രത്തൻ ടാറ്റ. തുടർച്ചയായി 21 വർഷം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ടാറ്റ ഗ്രൂപ്പിനെ ഇന്ന് കാണുന്ന ആഗോള കമ്പനിയാക്കി പടുത്തുയർത്തിയതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ടാറ്റ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാതെ കടന്നുപോകുന്ന ശരാശരി ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതം. ഉപ്പ് മുതൽ വിമാനം വരെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുതൽ വസ്ത്രങ്ങൾ വരെ 2 നൂറ്റാണ്ടിന്റെ കഥയുണ്ട് ടാറ്റ ഗ്രൂപ്പിന്. എന്നാൽ സുവർണ കാലഘട്ടം രത്തൻ തലപ്പത്തിരുന്ന 2 പതിറ്റാണ്ട് തന്നെയായിരുന്നു. 30ഓളം ലിസ്റ്റഡ് കമ്പനികൾ, നിരവധി ഉപകമ്പനികൾ, $30 ലക്ഷം ആസ്തി, 10 ലക്ഷത്തിലധികം ജീവനക്കാർ, അങ്ങനെ ഓരോ ഇന്ത്യക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ടാറ്റ എന്നുമുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത് ഡിസംബർ 26-നാണ്. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ്റെ വിയോഗം 92 വയസ്സിലാണ്. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുവാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ശ്രദ്ധേയനായി. CPMലെ സൗമ്യമുഖമായിരുന്ന CPM ജനറൽ സെക്രട്ടറിയായിരുന്നു സീതാറാം യെച്ചൂരി. സെപ്റ്റംബർ 12-നാണ് വിടവാങ്ങുന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് വരിച്ച നേതാവായിരുന്നു. 1984-ൽ 32-ാം വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988-ൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992-ൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018-ൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏവർക്കും സമ്മതനായ നേതാവിൻ്റെ വിയോഗം 2024-ന്റെ തീരാ നഷ്ടമാണ്. MM ലോറൻസ് മുതിർന്ന CPIM നേതാവും തൊഴിലാളി യൂണിയൻ സംഘാടകനും മുൻ ലോക്സഭാംഗവുമായിരുന്ന MM ലോറൻസ് ഓർമ്മയായത് ഈ വർഷമായിരുന്നു. 95 വയസ്സിലായിരുന്നു അന്ത്യം. സെപ്റ്റംബർ 21-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഒരു വ്യാഴവട്ടക്കാലം LDF കൺവീനറായിരുന്നു. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ, എഴുത്തിൻ്റെ പെരുന്തച്ഛൻ MT വാസുദേവൻ നായരുടെ വിയോഗത്തോടെയാണ് 2024 വിടവാങ്ങുന്നത്. മലയാളികൾക്ക് കഥയുടെ സർഗവസന്തം തീർത്ത ഇതിഹാസ എഴുത്തുകാരൻ തൻ്റെ 91-ാം വയസ്സിലാണ് മലയാളത്തോട് വിട പറഞ്ഞത്. പുന്നയൂർക്കുളം T നാരായണൻ നായർ, അമ്മ ശ്രീമതി അമ്മാളു. 4 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു MT വാസുദേവൻ നായർ. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച MT പത്രാധിപൻ എന്ന നിലയിലും അതുല്യനാണ്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞത് സംഗീതപ്രേമികൾക്ക് തീരാ നോവാണ്. ഡിസംബർ 15-നാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഉസ്താദ് സാക്കിർ ഹുസൈൻ 73-ാം വയസ്സിൽ വിട പറയുമ്പോൾ സംഗീത ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. 2 ഓസ്കാറുകളും 4 എമ്മികളും 1 ടോണിയും നേടിയ ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാളായിരുന്നു അവർ.
ഡിസംബർ 23-നാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞത്. 70-കളിൽ ഇന്ത്യൻ സിനിമയിൽ പടർന്നു പിടിച്ച സമാന്തര സിനിമയുടെ അമരക്കാരനാണ് ശ്യാം ബെനഗൽ. മുഖ്യധാരാ സിനിമയുടെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റിയലിസവും സാമൂഹിക പ്രതിബദ്ധതയും ഇഴചേർന്നതായിരുന്നു ബെനഗലിന്റെ ചിത്രങ്ങൾ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് ശ്യാം ബെനഗൽ. മുതിർന്ന മാധ്യമപ്രവർത്തകനും മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന BRP ഭാസ്കർ അഥവാ ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ വിടവാങ്ങിയത് ജൂൺ 4-നാണ്. തിരുവനന്തപുരത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. 7 പതിറ്റാണ്ടിലേറെ നീണ്ട പത്രപ്രവർത്തന ജീവിതത്തിൽ ദ ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ, പാട്രിയറ്റ്, UNI, ഡക്കാൻ ഹെറാൾഡ് തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച BRPക്ക് പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവസാന കാലം വരെ സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ടിരുന്ന BRP മലയാളത്തിലടക്കം നിരവധി മാധ്യമങ്ങളിൽ കോളമിസ്റ്റായിരുന്നു. നവംബർ 22-നായിരുന്നു പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. ആകാശവാണി ഉദ്യോഗസ്ഥനായിരുന്നു. 9 മുഴുനീള നാടകങ്ങളും 80 ഏകാംഗങ്ങളും ഓംചേരി രചിച്ചിട്ടുണ്ട്. 1972-ൽ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമയുടെ അമ്മമുഖമായിരുന്ന കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സെപ്റ്റംബർ 20-നാണ്. 60 വർഷത്തിലേറെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 12-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് വരുന്നത്. ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2021-ൽ പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് കവിയൂർ പൊന്നമ്മയുടെ അവസാന ചിത്രം. 1000-ലധികം ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട്. 79-ാം വയസ്സിൽ അർബുദ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കിരീടം, ചെങ്കോൽ എന്നീ ചിത്രങ്ങളിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നടനാണ് മോഹൻരാജ്. ഒക്ടോബർ മാസത്തിലാണ് വിടവാങ്ങിയത്. വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ കീരിക്കാടന്റെ വിയോഗം 2024-ന്റെ നഷ്ടമാണ്. 1988-ൽ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ വേഷത്തിൽ മോഹൻരാജ് മലയാള സിനിമയിലേക്ക് കടന്നുവന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായി 300-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3-ന് കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും കരുത്തുറ്റ വില്ലന്മാരിൽ ഒരാളായിരുന്നു. ആ പേര് പിന്നീട് മോഹൻരാജിന്റെ സ്വന്തം പേരായി മാറി. കിരീടത്തിന് പുറമെ ചെങ്കോൽ, നരസിംഹം, ഹലോ, മായാവി തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മലയാള ചലച്ചിത്രഗാന രംഗത്തും ഭക്തിഗാന ശാഖയിലും മികച്ച സംഭാവന നൽകിയ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചത് ഈ വർഷമായിരുന്നു. 90 വയസ്സായിരുന്നു. ഏപ്രിൽ 16-ന് തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. ശ്രീകോവിൽ നട തുറന്നു, വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ തുടങ്ങിയ നിരവധി ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 2019-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച KG ജയന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ KJ ജോയ് വിടവാങ്ങിയത് 2024 ജനുവരി 1-ന്. നെല്ലിക്കുന്ന് സ്വദേശിയായ അദ്ദേഹം 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 1975-ൽ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. 70-ഓളം മലയാള ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട്. 12-ഓളം ഹിന്ദി ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കി. വിവിധ സംഗീത സംവിധായകർക്കായി 500-ലധികം ചിത്രങ്ങളിൽ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമയിൽ ആദ്യമായി കീബോർഡ് അവതരിപ്പിച്ചതും KJ ജോയ് ആണ്. മലയാള ചലച്ചിത്രഗാന ലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന വിശേഷണവും അദ്ദേഹത്തിന് സ്വന്തം. അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയായിരുന്നു മീന ഗണേഷ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡിസംബർ 19-ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, നന്ദനം, മിഴിരണ്ടിലും, മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് സിനിമകളിലൂടെ മീന ഗണേഷ് സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി.
നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച പ്രശസ്ത നടൻ മേഘനാഥൻ അന്തരിച്ചത് ഈ വർഷത്തെ പ്രധാന നഷ്ടങ്ങളിൽ ഒന്നാണ്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിൽ നവംബർ 21-നായിരുന്നു അന്ത്യം. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ് മേഘനാഥൻ. പഞ്ചാഗ്നി, ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ഉത്തമൻ, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും തുടങ്ങി 50-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിൽ 2024-ലെ ഒരു നഷ്ടമായിരുന്നു നടി കനകലതയുടെ വിയോഗം. പാർക്കിൻസൺസും മറവി രോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു കനകലതയുടെ അന്ത്യം തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ചായിരുന്നു. നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത 350ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ വിടവാങ്ങിയത് ഈ വർഷമായിരുന്നു. മെയ് 8-ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. യോധ, ഗാന്ധർവം, നിർണയം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. സംവിധായകരായ സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ്. 600-ലധികം ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്ത ടി.പി. മാധവൻ അരങ്ങൊഴിഞ്ഞത് ഈ വർഷമായിരുന്നു. ഒക്ടോബർ 9-ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു ടി.പി. മാധവൻ. യാക്കോബായ സൊറിയാനി സഭയുടെ തലവൻ ശ്രേഷ്ഠ ബസീലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ കാലം ചെയ്തത് ഒക്ടോബർ 31-നായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ ചേർത്തുപിടിച്ച അധ്യക്ഷനാണ്. 2 പതിറ്റാണ്ടിലധികമായി യാക്കോബായ സൊറിയാനി സഭയുടെ ഇടയനായിരുന്നു. ചെറിയ ലോകത്തു നിന്ന് വലിയ ആകാശങ്ങൾ കീഴടക്കിയാണ് കത്തോലിക്ക ബാവ വിടവാങ്ങിയത്. കലാ, സാംസ്കാരിക, സാഹിത്യ ലോകത്തും രാഷ്ട്രീയ ലോകത്തും നമ്മെ വിട്ടുപിരിഞ്ഞ പ്രതിഭകളുടെ ഓർമ്മകൾക്കൊപ്പം അവർ നൽകിയ സംഭാവനകളും നല്ല നിമിഷങ്ങളെയും കൂടി സ്മരിച്ച് പുതുവർഷത്തിലേക്ക് ചുവടുവയ്ക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അസാപ് കേരളം നടത്തുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പൈത്തൺ ഫോർ ഡാറ്റ മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആയുർവേദ തെറാപ്പി എന്നീ കോഴ്സുകൾ ജനുവരിയിൽ ആരംഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9947977719, മറ്റൊരു നമ്പർ 7306863566. മുകുന്ദപുരം താലൂക്ക് വികസന സമിതിയുടെ 2025 ജനുവരി മാസത്തെ യോഗം ജനുവരി 4-ന് രാവിലെ 11-ന് മുകുന്ദപുരം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7110 രൂപയും പവന് 56,880 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം മാഞ്ഞൂർ ചിന്നങ്ങത്ത് അനിൽകുമാർ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊന്നക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M.R. രഞ്ജിത്ത് രാജിവെച്ചു. LDF മുന്നണി ധാരണ പ്രകാരമാണ് രാജി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച OP ബ്ലോക്കിന്റെയും സമർപ്പണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കല്ലൂർ യൂണിറ്റിന്റെ സമ്മേളനം ആലങ്ങാടിൽ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.